മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ KNM മർക്കസുദ്ദഅവ മുജാഹിദുകളും വിസ്ഡം മുജാഹിദുകളും തമ്മിലുള്ള ഖണ്ഡന പ്രഭാഷണങ്ങൾ 5 റൗണ്ട് പിന്നിട്ട് കഴിഞ്ഞു. പ്രധാനമായും അവർ ചർച്ച ചെയ്യുന്നത് സിഹിർ ഫലിക്കുമോ, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കൻ വിശ്വാസമാണോ, ഹദീസ് നിഷേധികൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ വിഷയകമായി ഖുർആനിൽ എന്താണുള്ളത്, ഹദീസ് എന്താണ് പറയുന്നത്, ഖുർആനും ഹദീസും പഠിച്ച് മനസ്സിലാക്കിയ മഹാന്മാരായ പണ്ഡിതർ എന്താണ് പറയുന്നത് എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം കേരളത്തിലെ സ്ഥാപക കാല മുജാഹിദ് നേതാക്കൾ ഈ വിഷയകമായി എന്താണ് എഴുതുകയും പറയുകയും ചെയ്തത് എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അവർ നടത്തുന്നത് എന്നതാണ്. പൂർവ്വകാല മുജാഹിദ് നേതാക്കളുടെ നിലപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നതുകൊണ്ട് തന്നെ സിഹിറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കഴിഞ്ഞ കാല മുജാഹിദ് നേതാക്കൾ എഴുതുകയും പറയുകയും ചെയ്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചുള്ള ചെറിയൊരു അന്വേഷണമാണ് ഞാനിവിടെ നടത്തുന്നത്. പ്രധാനമായും 3 ഭാഗമായിട്ടാണ് ഈ ചർച്ച കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, KM മൗലവി സിഹിറുമായി ബന്ധപ്പെട്ട് എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്. 2, അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ സിഹിറുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചത് ആർക്കാണ് അനുകൂലമാകുന്നത്. 3-ാമത്തേത്, മറ്റു മുജാഹിദ് നേതാക്കൾ അവരുടെ പുസ്തകങ്ങളിൽ എഴുതുകയും അവരുടെ പ്രഭാഷണങ്ങളിൽ പറയുകയും ചെയ്തത് എന്താണ്.